ഇതാ ഇപ്പോൾ ജി സുധാകരന്റെ പ്രതികരണം. ഒരു മാറ്റവുമില്ല. രാവിലെ ക്യൂ എല്ലാം കണ്ടപ്പോഴും ഒരു മാറ്റവുമില്ല. നമ്മൾ നല്ല തരത്തിൽ ഇവിടെ ജനകീയ സ്വാതന്ത്ര്യം ജയിക്കും. UDFിൻ്റെ സംഭവം അതിനാൽ ഇപ്പോൾ 6 ബൂത്ത് കയറിയില്ലേ. ഇനിയിപ്പോൾ ഞാൻ ബൂത്തിൻ്റെ പേരവിടെ അമ്പലപ്പുഴ അല്ല ആദ്യം ഇപ്പോൾ വസുമതി എന്ന് പറഞ്ഞ 100 വയസ്സ് കഴിഞ്ഞൊരു അമ്മ മരിച്ചത് അറവാട് സ്കൂളിൻ്റെ സമീപത്ത്. ആ വീട്ടിലൊന്ന് കയറും. ഇവിടെ നമ്മുടെ ആ സ്കൂളുണ്ടല്ലോ ഷാജാൻ ആ സ്കൂളില്ലേ, നന്ദാവര സ്കൂളിൽ വരെ പോകും. അവിടെ സാധാരണ മറ്റ് ഏജന്റന്മാരെ ഇരുത്താൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി 2 മിനിറ്റ് അവിടെ കയറിയിട്ട് ഞാൻ പ്രശ്നബാധിത എന്ന് പറയുന്നത് 33 ബൂത്താണ്. അവിടേക്കാണ് ആദ്യം പോകും. ഈ പല സ്ഥലത്തും കേന്ദ്രസേന വേണം, സുരക്ഷ വേണം എന്നൊക്കെ ആവശ്യം ഹൈക്കോടതി കൊടുത്തല്ലോ. പക്ഷേ ജില്ലാ പോലീസ് നേതാവ് തള്ളിയല്ലോ. അങ്ങനെ തീവ്രവാദ ഞാനത് സംബന്ധിച്ച് എൻ്റെ പോസ്റ്റ് രാത്രി തന്നെ എൻ്റെ പേരിൽ പോസ്റ്റ് ഇട്ടു. കാരണം ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ പ്രസ്താവന ഖേദകരമാണ്, പ്രതിഷേധകരമാണ്. ഇവിടെ തീവ്രവാദ സംഘടന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതല്ല, ദീർഘകാലമായിട്ട് എനിക്ക് എവിടെ നിന്നും പോകുമ്പോൾ വാഹനം ഓടിക്കാൻ സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നത്. അദ്ദേഹത്തിന് അതിനോട് ഇതൊക്കെ കൊടുക്കും. ഓടിക്കുന്ന പ്രദീപിനെ വീട്ടിൽ കയറി വെട്ടിക്കൊണ്ടുവന്ന് 2 തവണ ലോക്കൽ ജി സുധാകരന്റെ പ്രതികരണമാണ്.